നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. 3633 ദിവസങ്ങൾ ഒടുവിൽ പിണറായി വിജയൻ രാജിവെച്ചു. കേരളത്തിന് ഇനി പുതിയ മുഖ്യമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം. DCCയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ UDF ആഹ്ലാദ പ്രകടനം നടത്തി. ഒല്ലൂർ നിയോജക മണ്ഡലം MLA K രാജൻ പ്രതിപക്ഷ ഉപ നേതാവാകാൻ സാധ്യത. പാചകവാതക വില വർധനവ്. മെയ് 6-ന് സംസ്ഥാനത്തെ ഹോട്ടലുകൾ അടച്ചിടും. ഓൺലൈൻ ഫുഡും ഇല്ല. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 16-ാം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒല്ലൂരിലെ ജനങ്ങൾ ചിന്തിച്ചത് എങ്ങനെ, ആർക്കൊപ്പം? ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്ത് തിരിച്ചുള്ള കണക്കുകൾ ഇങ്ങനെ. മാടക്കത്ര പഞ്ചായത്ത് UDFന് 5571 വോട്ട് ലഭിച്ചു. LDFന് 9990 വോട്ട്. LDFന് 4419 വോട്ടിന്റെ ഭൂരിപക്ഷം. പാണഞ്ചേരി UDF 11731, LDF 12877, ലീഡ് 1146. മണ്ണുത്തി കോർപ്പറേഷൻ മേഖല UDF 3034, LDF 3247, LDF ലീഡ് 213. നടത്തറ പഞ്ചായത്ത് UDF 7743, LDF 9771, LDFന് 2028 വോട്ടിന്റെ ഭൂരിപക്ഷം. ഒല്ലൂർ മേഖല UDFന് 12209, LDFന് 9191, UDFന് ലീഡ് 2418. കുറുക്കഞ്ചേരി മേഖല UDF 8098 വോട്ട്, LDFന് 8638 വോട്ട്, LDFന് ഭൂരിപക്ഷം 540. പുത്തൂർ പഞ്ചായത്ത് UDFന് 11571 വോട്ട്, LDF 14452, LDFന് 2881 വോട്ടിന്റെ ഭൂരിപക്ഷം. ഒല്ലൂർ മേഖലയിൽ നിന്ന് മാത്രമാണ് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഭൂരിപക്ഷം നേടിയത്. K രാജൻ തന്റെ ആദ്യ മത്സരത്തിൽ 12,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ 21,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. എന്നാൽ ഇത്തവണ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തി 8,000-ലധികം വോട്ടുകൾക്കാണ് വിജയം. 3633 ദിവസങ്ങൾ ഒടുവിൽ പിണറായി വിജയൻ രാജിവെച്ചു. കേരളത്തിന് ഇനി പുതിയ മുഖ്യമന്ത്രി. UDFന് തകർപ്പൻ ജയമുണ്ടായതിനു പിന്നാലെ മുഖ്യമന്ത്രി രാജിവെച്ചു. ഗവർണർ രാജി സ്വീകരിച്ചു. പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരും. 9 വർഷവും 11 മാസവും 9 ദിവസവും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു. കൃത്യമായി പറഞ്ഞാൽ 3633 ദിവസങ്ങൾ. 17 വർഷം പാർട്ടി സെക്രട്ടറിയായി. 2 ടേമിലായി 10 വർഷം മുഖ്യമന്ത്രിയായി. കേരള രാഷ്ട്രീയത്തിലെ ശക്തനായ നേതാവ് എന്ന പേര് സ്വന്തമാക്കി. വെറും 35 MLAമാർ മാത്രമുള്ള അംഗസംഖ്യ കുറഞ്ഞ പ്രതിപക്ഷത്തെ നയിക്കാൻ പ്രായം 80 പിന്നിട്ട പിണറായി എത്താനുള്ള സാധ്യത കുറവാണ്. 2016 മെയ് മാസം 25 പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു. സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തം, കോവിഡ് മഹാമാരിയെ നേരിട്ട കേരളത്തെ മുന്നിൽ നിന്ന് നയിച്ച പിണറായിക്ക് മലയാളി നൽകിയ അംഗീകാരമായിരുന്നു തുടർഭരണം. 50,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ധർമ്മടത്ത് പിണറായിക്ക് 2021 ലഭിച്ചത്. 5 വർഷങ്ങൾക്കിപ്പുറം പാർട്ടിയും മുന്നണിയും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ പകുതിയിൽ താഴെയായി ഭൂരിപക്ഷം കുറഞ്ഞു. വോട്ടെണ്ണലിന്റെ ആദ്യ 7 റൗണ്ടുകളിൽ പിന്നിൽ നിന്നതിന് ശേഷമായിരുന്നു വിജയം. കേരളമാകെ UDF തരംഗമാണെങ്കിലും തൃശൂർ ജില്ലയിൽ കോൺഗ്രസിനെ നിരാശപ്പെടുത്തിയതിൽ വടക്കാഞ്ചേരിയിലെ കോൺഗ്രസുകാർ ചെയ്ത ഒരു ചെറിയ പാതകത്തിന്റെ ഫലമാണ് വൈശാഖ് വിജയിക്കുമെന്ന് അവസാന നിമിഷം കരുതിയെങ്കിലും നിരാശപ്പെടേണ്ടി വന്നു. കഴിഞ്ഞ തവണ അനിൽ അക്കര പരാജയപ്പെട്ടത് LDF നടത്തിയ തെറ്റായ ഫ്ളാറ്റ് പ്രചരണത്തിനെ കോൺഗ്രസ് പ്രതിരോധിക്കാതിരുന്നു. അന്ന് തോറ്റത് 15,000-ന് ഭൂരിപക്ഷത്തെ 5,000-നടുത്ത് എത്തിക്കാൻ ഇത്തവണ വൈശാഖിന് കഴിഞ്ഞു. വടക്കാഞ്ചേരിയിൽ വൈശാഖിന്റെ സ്ഥാനാർത്ഥിത്വം കത്തും കുത്തും ഗ്രൂപ്പ് യോഗങ്ങൾ നടത്തി വിജയം തടഞ്ഞു എന്നത് മറക്കാത്ത പ്രതിസന്ധിയാണ്. കോൺഗ്രസിന്റെ അണികളെ ചിന്താക്കുഴപ്പത്തിലാക്കി. അവസാന നിമിഷത്തിലാണ് വടക്കാഞ്ചേരി സ്ഥാനാർത്ഥിയായി വൈശാഖ് പ്രവർത്തനത്തിന് വന്നത്. ഗ്രൂപ്പ് കളിച്ചും AICCക്കും KPCCക്കും DCCക്കും കത്തെഴുതിയും നിവേദനങ്ങൾ നൽകിയും നെഞ്ചത്തടിച്ച് നിലവിളിച്ച് നടന്നു. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി.
മൂന്നാഴ്ചത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വിശ്രമമില്ലാതെ ഓടി ആളുകളെ നേരിൽ കണ്ടു. ശക്തമായി ക്യാമ്പയിനും സ്ഥാനാർത്ഥിക്കാവുന്ന വിധം നയിച്ചു. അവസാന ദിവസങ്ങളിൽ വലിയ രീതിയിൽ മുന്നോട്ടു പോയി. തെരഞ്ഞെടുപ്പിന് 10 ദിവസം കൂടുതൽ ലഭിച്ചിരുന്നെങ്കിൽ ജനവിധി അനുകൂലമാകുമായിരുന്നു. വടക്കാഞ്ചേരി എല്ലാ തെരഞ്ഞെടുപ്പുകളും കോൺഗ്രസ് നേടാറുള്ള 65,000-ന് മുകളിൽ വോട്ട് ഇത്തവണയും ലഭിച്ചു. വടക്കാഞ്ചേരിയിലെ നഗരസഭയിലെ 5,000 ഭൂരിപക്ഷം ഇത്തവണ കുറച്ചു. LDF വലിയ നിലയിൽ ലീഡ് ചെയ്യുന്ന പഞ്ചായത്തുകളെല്ലാം കടന്നു ചെന്നെങ്കിലും ലീഡ് പ്രതീക്ഷിച്ച ഇടങ്ങളിൽ ചെയ്യാൻ സാധിച്ചില്ല. വലിയ ലീഡ് നേടാൻ കഴിയുമായിരുന്ന പഞ്ചായത്തുകളിൽ പ്രവർത്തകരിൽ നിന്ന് വേണ്ടത്ര സഹകരണം കിട്ടാത്തതിനാൽ ലീഡ് കൈവിട്ടുപോയി. എന്നിട്ടും വൈശാഖിന് നാട് നൽകിയ സ്വീകാര്യത ചെറുതല്ല. ആ സ്വീകാര്യത മുതലാക്കി സധൈര്യം മുന്നോട്ടു പോകാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം. DCCയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ UDF ആഹ്ലാദ പ്രകടനം നടത്തി. കാവടിയുടെയും പുലിക്കളിയുടെയും ശിങ്കാരിമേളത്തിന്റെയും അകമ്പടിയോടെ DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സമാപിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, നേതാക്കളായ O. അബ്ദുറഹ്മാൻ കുട്ടി, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, TV ചന്ദ്രമോഹൻ, KV ദാസൻ, KB ശശികുമാർ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, ജോൺ ഡാനിയൽ എന്നിവർ നേതൃത്വം നൽകി. UDFന്റെ ശക്തമായ തിരിച്ചുവരവാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ആഞ്ഞടിക്കുന്നു. അത് മുൻപ് എല്ലാ എക്സിറ്റ് പോളുകളും സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു ഫലമാണ് കേരളത്തെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. എന്നാൽ തൃശ്ശൂരിൽ ഞാൻ അന്നേ പറഞ്ഞിരുന്നു, എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റും. ഇപ്പോൾ 6ഓളം സീറ്റുകളിൽ UDF വ്യക്തമായ ലീഡ് നേടിക്കഴിഞ്ഞു. ഇനിയും പല സീറ്റുകളിലും ലീഡ് വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. മുഴുവനാകാത്തത് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് പറയാനില്ല. പക്ഷെ എന്നിരുന്നാലും UDFന്റെ വലിയ തിരിച്ചുവരവ് നമുക്ക് തൃശ്ശൂരിൽ കാണാൻ സാധിക്കും. ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അതിലൊരു ശക്തമായ പ്രാതിനിധ്യം ഞങ്ങളെ സംബന്ധിച്ച് തൃശ്ശൂരിൽ നിന്ന് കൊടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ കണക്കാക്കുന്നത്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സേവ്യർ ചിറ്റിലപ്പള്ളി ചെങ്കുടി പാറിപ്പിച്ചു. രണ്ടാം ഊഴം വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കൈപ്പിടിയിലാക്കാൻ സേവ്യർ ചിറ്റിലപ്പള്ളി കളം നിറഞ്ഞാടി. ഊഹാപോഹങ്ങൾ അലയടിച്ചെങ്കിലും അന്തിമ വിജയം LDFനായിരുന്നു. 5,690 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളിക്ക് 70,725 വോട്ട്, PN വൈശാഖിന് 65,035 വോട്ട്, NDS സ്ഥാനാർത്ഥി ഉല്ലാസ് ബാബുവിന് 25,844 വോട്ടും ലഭിച്ചു. AAP സ്ഥാനാർത്ഥി ജിതിൻ സദാനന്ദന് 478ഉം BSP സുബ്രഹ്മണ്യന് 368ഉം നോട്ടയ്ക്ക് 1,184 വോട്ടും ലഭിച്ചു. ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച UR പ്രദീപ് 29,386 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. K. രാധാകൃഷ്ണൻ MPയുടെ പിൻഗാമിയായി വന്ന UR പ്രദീപ് ചേലക്കരക്കാർക്ക് പ്രിയങ്കരനാണ്. ഒല്ലൂർ നിയോജക മണ്ഡലം MLA K. രാജൻ പ്രതിപക്ഷ ഉപനേതാവാകാൻ സാധ്യത. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടിയ LDF സ്ഥാനാർത്ഥി K. രാജൻ 8,891 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. UDF സ്ഥാനാർത്ഥി ഷാജി J. കോടങ്കണ്ടത്ത് 2ാം സ്ഥാനത്തും BJP സ്ഥാനാർത്ഥി ബിജോയ് തോമസ് 3ാം സ്ഥാനത്തുമായി. ഇത് 3ാം തവണയാണ് K. രാജൻ ഒല്ലൂരിൽ നിന്ന് വിജയിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും ഭരണ പാർട്ടിയുടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1ാം പിണറായി മന്ത്രിസഭയിൽ ചീഫ് വിപ്പും 2ാം മന്ത്രിസഭയിൽ റവന്യൂ മന്ത്രിയുമായി. ഇത്തവണ ഭീമമായ തോൽവിയിലൂടെ LDF പ്രതിപക്ഷത്താണ്. ആദ്യ തവണ UDFലെ MP വിൻസെന്റിനെ 12,000-ൽ പരം വോട്ടുകൾക്ക് തോൽപ്പിച്ചു. 2ാം തവണ 21,000-ലധികം വോട്ടുകൾക്ക് ജോസ് വള്ളൂരിനെ തോൽപ്പിച്ചു. എന്നാൽ ഇത്തവണ ഭൂരിപക്ഷം കുറഞ്ഞു. 8,000-ലധികം വോട്ടുകൾക്കാണ് ഷാജി J. കോടങ്കണ്ടത്തിനെ തോൽപ്പിച്ചത്. നിലവിൽ
അംഗ നിയമസഭാ അംഗങ്ങളുള്ള LDFിലെ പ്രതിപക്ഷ നേതാവാകുന്നതിന് കെ രാജന് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. LDFിന്റെ അധികാര ഗർവിനുള്ള തിരിച്ചടിയായി തെരഞ്ഞെടുപ്പ് ഫലം. UDFന് വൻ വിജയം നൽകിയ ജനങ്ങൾക്ക് നന്ദിയെന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് വിജയിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. തൃശൂർ DCC ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തെ ദുർഭരണത്തിന് ജനങ്ങൾ നൽകിയ മറുപടിയാണിത്. എല്ലാ മേഖലകളിൽ നിന്ന് UDFന് വോട്ടുകൾ ലഭിച്ചു. SDPIയുമായി സഖ്യം ഉണ്ടാക്കിയെന്ന LDF ആരോപണം പരാജയത്തിൽ നിന്നുള്ളതാണ്. 10 വർഷം മുൻപ് UDFന് നഷ്ടപ്പെട്ട കൊടുങ്ങല്ലൂർ തിരിച്ചുപിടിക്കാനായതിൽ സന്തോഷമുണ്ട്. യൂത്ത് കോൺഗ്രസിൽ നിന്ന് മത്സരിക്കാനായ എല്ലാവർക്കും ജയിക്കാനായതിൽ അഭിമാനമുണ്ടെന്ന് OJ ജനീഷ് പറഞ്ഞു. കുറേയേറെ ആളുകൾ ഒരേ കമൻറ്റ് ഒരേ പോസ്റ്റിൻ്റെ താഴെ ആവർത്തിച്ച് എഴുതിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അഭിപ്രായം പറയുന്ന ആളുകളെ മുഴുവനായി കൂട്ടത്തോടെ വന്ന് തെറി വിളിച്ചാൽ അഭിപ്രായം പറയുന്ന ആളുകളെ നിശബ്ദരാക്കാമെന്നും അതെല്ലാം തന്നെ ഞങ്ങളുടെ വിജയമാണ് എന്നൊക്കെ അഹങ്കരിച്ച് കിടന്ന സൈബർ വെട്ടുകളി കൂട്ടങ്ങൾക്ക് കൂടി നൽകിയ, ഇടതുപക്ഷത്തിൻ്റെ സൈബർ വെട്ടുകളി കൂട്ടങ്ങൾക്ക് കൂടി നൽകിയ ഒരു മറുപടി കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട്. വയനാട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കോൺഗ്രസ് പണം കവർന്നെടുത്തു എന്ന് പറഞ്ഞ് ഒരു വലിയ പ്രചരണം കേരളം മുഴുവൻ നടത്തി. ആ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടുന്ന കൽപ്പറ്റ നിയമസഭാ മണ്ഡലം കഴിഞ്ഞ തവണ 5000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച T. സിദ്ദിഖ് MLA ഇന്ന് രണ്ടാമത് വിജയിക്കുന്നത് 45,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശം ഉൾപ്പെടുന്ന ആ ബൂത്ത് 250-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥിക്ക് ലീഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്ന് വെച്ചാൽ വയനാട്ടിലെ ജനം വിശ്വസിച്ചത് UDFനെയാണ്. അവിടെ ആ പ്രദേശത്തെ ജനങ്ങൾ വിശ്വസിച്ചത് UDFനെയാണ്. വയനാട്ടിലെ പണം അപഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് LDF വലിയ പ്രചരണം നടത്തിയപ്പോൾ അവിടെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അവിടെ ബ്രഹ്മഗിരി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 120 കോടി രൂപ ജനങ്ങളിൽ നിന്ന് കവർന്നെടുത്ത ബ്രഹ്മഗിരി സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പാണ് വയനാട്ടിൽ ചർച്ചയായത്. അവിടെ മുഴുവൻ സീറ്റും UDF വിജയിക്കുന്ന സാഹചര്യമുണ്ട്. കേരളമെമ്പാടും ആ പ്രചരണം നടത്തി. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ പ്രത്യേക ഒരു പാക്കേജ് പോലെയായിരുന്നു വയനാട് പദ്ധതിയെ സംബന്ധിച്ചുള്ള ഒരു പ്രചരണം ഇടതുമുന്നണിയുടെ ഭാഗത്തുണ്ടായിരുന്നത്. DYFയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും അവിടെ വണ്ടി കയറി വന്ന് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി. ഞാൻ CPMൻ്റെ ഒരു നേതാവിൻ്റെ പ്രസംഗം കേട്ടത്, എൻ്റെ വീട് ഗവൺമെൻറ് അറ്റാച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ കവർന്നെടുത്ത പണം തിരിച്ചു പിടിക്കും എന്നതടക്കമുള്ള പ്രചരണമൊക്കെ നടത്തി. ഒട്ടിക്കാവുന്ന പോസ്റ്റർ മുഴുവൻ ഒട്ടിച്ചു, വെക്കാവുന്ന ഫ്ലെക്സ് ബോർഡിൽ മുഴുവൻ വെച്ചു. അവിടെ ഒരു വലിയ സമരം നടത്തി. എന്നിട്ട് അവർ തന്നെ പോസ്റ്റർ ഒട്ടിച്ച്, അവർ തന്നെ UDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിച്ച് എൻ്റെ മുകളിൽ കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിച്ച് അത് കീറി എന്ന് പറഞ്ഞ് പിന്നെ വലിയൊരു സമരം നടത്തി. ആ സമരത്തിനെ കുറേ മാധ്യമവാർത്തകളൊക്കെ ഉണ്ടാക്കിയെടുത്തു. പക്ഷേ അതൊന്നും അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഏറ്റില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെമ്പാടും ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയമുണ്ടായി. എനിക്ക് തോന്നുന്നു ആ കുപ്രചരണം നടത്തിയ DYFയുടെ നേതാക്കന്മാർ മൂന്നാറിലോ കാന്തല്ലൂരോ എവിടെ പോയി പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടു. ആ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ട സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ DYF എത്തി നിൽക്കുന്നത്, CPM എത്തി നിൽക്കുന്നത്. കേരളത്തിനകത്ത് വലിയ ധിക്കാരത്തോടും ധാർഷ്ട്യത്തോടും കൂടിയാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇവർ മുന്നോട്ട് പോയത്. ആ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും ജനം നൽകിയ ഒരു മറുപടിയാണ്. മുഖ്യമന്ത്രിക്ക് പോലും ഒന്ന് ശ്വാസം വിടാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ റഷീദ് മത്സരിച്ച ധർമ്മടത്ത് മുഖ്യമന്ത്രിക്ക് പോലും ഒന്ന് ശ്വാസം വിടാൻ 5 റൗണ്ടുകൾ പൂർത്തീകരിക്കപ്പെടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ധർമ്മടത്ത് പോലും ജനങ്ങൾ മാറി ചിന്തിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ വിജയിച്ചു വന്നു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിനെ സംബന്ധിച്ച് ഉയർത്തിപ്പിടിച്ച ആരോപണങ്ങൾ ജനങ്ങൾ അവിടെ ശരിവെക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ രക്തസാക്ഷി ഫണ്ടിൽ പോലും പണാപഹരണം നടത്തിയെന്ന് ചീത്തപ്പേര് കേട്ട ഒരു പാർട്ടിയാണ് ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയപ്പോൾ അതിന് സംഭവിച്ച ഒരു ഡിലേയുടെ പേരിൽ, ഒരു സമയം വൈകലിൻ്റെ പേരിൽ ഞങ്ങളെ അപഹസിച്ചുകൊണ്ട് കടന്നു വന്നത്. തളിപ്പറമ്പിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പത്നി പരാജയപ്പെട്ടു. 40,000-നൊക്കെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച സീറ്റാണ്. കഴിഞ്ഞ തവണ പോലും 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച സീറ്റാണ്. അവിടെ പരാജയപ്പെട്ടു. G. സുധാകരൻ UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അദ്ദേഹം വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. കോഴിക്കോട് അവരുടെ ഇടതുപക്ഷ കോട്ടകളെന്ന് പറഞ്ഞിരുന്ന എല്ലാ സീറ്റുകളിലും UDFന് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ വിജയമൊക്കെ വ്യക്തമാക്കുന്നത് ഒരു PR പ്രവർത്തനം കൊണ്ടൊന്നും ജനങ്ങളുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കില്ല. ആ PR പ്രവർത്തനങ്ങൾ കുറേയേറെ ബോർഡുകൾ വെച്ചതുകൊണ്ടോ ഫ്ലെക്സ് വെച്ചതുകൊണ്ടോ കുറേ പോസ്റ്റർ ഒട്ടിച്ചതുകൊണ്ടോ കുറേ വാർത്ത സൃഷ്ടിച്ചതുകൊണ്ടോ ഒന്നും ജനങ്ങൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ ഈ തൃശ്ശൂർ മാത്രമല്ലല്ലോ, കേരളം മുഴുവൻ ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഫ്ലെക്സ് ഹോർഡിങ്സാണ് വെച്ചത്. അതിലെല്ലാം ഒരേ വാചകമാണ്, LDF അല്ലാതെ ആരുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ജനം മനസ്സിലാക്കിയത് LDF അല്ലാതെ കഴിഞ്ഞ 10 വർഷക്കാലം ആരും ഉണ്ടില്ല എന്നുള്ളതാണ്. ഇടതുമുന്നണി. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി
digital X-ray, ultrasound and color Doppler scanning, modular laboratory, ECG and doctors consultation. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മാർ അദ്ദായി ശ്ലീഹ ക്രിസ്തുവിനെ അതിരുകൾ കടന്ന് പ്രഘോഷിച്ച ശ്ലീഹന്മാരിൽ പ്രഥമനെന്ന് മാർ ആവാ തൃതീയൻ. വിശുദ്ധ അദ്ദായി ശ്ലീഹയുടെ ഓർമ്മ തിരുനാൾ ദിനത്തിൽ മാർ അദ്ദായി ശ്ലീഹ പള്ളിയിൽ വിശുദ്ധ കുർബാന മധ്യേ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ പരിശുദ്ധ കത്തോലിക്കസ് കപ്പാത്രിയർക്കീസ് മാർ ആവാ തൃതീയൻ. മെയ് 1, 2, 3 തീയതികളിൽ പൂർവാധികം ഭംഗിയായി തിരുനാൾ ആഘോഷിച്ചു. ഭക്തി നിർഭരമായ പ്രദക്ഷിണവും പൊതുസമ്മേളനവും കലാപരിപാടികളും ഗാനമേളയും നടത്തി. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കാനാട്ടുകര സിവിൽ സ്റ്റേഷൻ ഡിവിഷനുകളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കോർപ്പറേഷന്റെയും മെഡിക്കൽ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി. ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന ചന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, പ്രതിപക്ഷ നേതാവ് TR ഹിരൺ, കൌൺസിലർമാരായ സുനിത വിനോദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജേക്കബ് പുലിക്കോട്ടിൽ, K. ഗോപാലകൃഷ്ണൻ, കൌൺസിലർമാരായ വിഭിത വാസു, രഘുനാഥ് സി മേനോൻ എന്നിവർ പങ്കെടുത്തു. പാചകവാതക വില വർധനവ്. മെയ് 6 സംസ്ഥാനത്തെ ഹോട്ടലുകൾ അടച്ചിടും. ഓൺലൈൻ ഫുഡും ഇല്ല. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഹ്വാനപ്രകാരമാണ് ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, ക്യാന്റീനുകൾ 24 മണിക്കൂർ അടച്ചിട്ടിട്ടും ഓൺലൈൻ ഫുഡ് വിതരണം നിർത്തിവെച്ചും പ്രതിഷേധിക്കുന്നത്. തൃക്കൂർ പഞ്ചായത്തിലെ 17-ാം വാർഡ് പള്ളം പ്രദേശത്ത് പൊറാട്ടുക്കര വേലു മകൻ സുകുമാരനെ കാണാനില്ല. കാണാതാകുന്ന സമയത്ത് വെള്ളമുണ്ടും ചന്ദന നിറത്തിലുള്ള ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. താടിയും മുടിയും നീട്ടി വളർത്തിയിട്ടുണ്ട്. കണ്ടുകിട്ടുന്നവർ പുതുക്കാട് പോലീസിന്റെ നമ്പർ 0480
275136. വാർഡ് മെമ്പർ ഉമേഷ് നമ്പർ 9846267111. സുജിത് കുമാർ 9605329253 എന്നീ നമ്പറുകളിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മണ്ണുത്തി ഉല്ലൂക്കര ഡോൺ ബോസ്കോ കോളേജിന് സമീപം കാറ്റിലും മഴയിലും പെട്ട് ഇലക്ട്രിക് ലൈനിലേക്ക് അപകടകരമായി വീണ് കിടന്നിരുന്ന പൂമരം കോർപ്പറേഷൻ കൌൺസിലർ കെ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ മുറിച്ചുമാറ്റി. PWD റോഡിൽ നിന്നിരുന്ന മരം അധികൃതർ മുറിച്ചു മാറ്റാത്തതിനെ തുടർന്നാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയെങ്കിലും അവർ പിന്മാറുകയാണ് ഉണ്ടായത്. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. ഓപ്പറേഷൻ സുദർശന തുടരുന്നു. വധശ്രമ കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പ്രതി റിമാൻഡിലായി. 2018-ൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വധശ്രമ കേസിൽ പ്രതിയായ എടവിലങ്ങ് കുഞ്ഞായിനി ദേശത്ത് മഞ്ഞൂളി വീട്ടിൽ ജ്യോതിഷിനെയാണ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. പ്രതി സൗദി അറേബ്യയിൽ നിന്ന് കരിപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ച് വിവരം തൃശൂർ ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തെ നെടുമ്പാശ്ശേരിയിലേക്ക് അയച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അടിയന്തര പ്രതികരണ സംവിധാനത്തിന്റെ സേവനം ദുരുപയോഗം ചെയ്ത കേസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി ഷാഹിദ് അറസ്റ്റിലായി. 112 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ച് വ്യാജ സഹായ അഭ്യർത്ഥന നടത്തിയ സംഭവത്തിൽ തളിക്കുളം 10-കല്ല് സ്വദേശി പണിക്ക് വീട്ടിൽ ഷാഹിദിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അടിയന്തര പോലീസ് സഹായം ആവശ്യമുണ്ടെന്ന് അറിയിക്കുകയും ഈ വിവരം വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയും ചെയ്തു. ലഹരിക്ക് അടിമപ്പെട്ട നിലയിൽ സംസാരിച്ച ഇയാൾ കൃത്യമായ വിവരങ്ങൾ നൽകിയില്ല. മനഃപൂർവ്വം പോലീസിനെ കബളിപ്പിക്കാൻ വിളിച്ചതാണെന്ന് കണ്ടെത്തി. അടിയന്തര ഘട്ടങ്ങളിൽ പൊതുജനങ്ങൾക്ക് സഹായമെത്തിക്കേണ്ട പോലീസ് സേനയെയും സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്തതിന് പ്രതിക്കെതിരെ കേസെടുത്തു. വലപ്പാട്, തൃശൂർ ഈസ്റ്റ്, വാളയാർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഇയാൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 3633 ദിവസങ്ങൾ. ഒടുവിൽ പിണറായി വിജയൻ രാജിവെച്ചു. കേരളത്തിന് ഇനി പുതിയ മുഖ്യമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം. DCCയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ UDF ആഹ്ലാദ പ്രകടനം നടത്തി. ഒല്ലൂർ നിയോജക മണ്ഡലം MLA കെ രാജൻ പ്രതിപക്ഷ ഉപ നേതാവാകാൻ സാധ്യത. പാചകവാതക വില വർധനവ്. മെയ് 6-ന് സംസ്ഥാനത്തെ ഹോട്ടലുകൾ അടച്ചിടും. ഓൺലൈൻ ഫുഡും ഇല്ല. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.